കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ എന്ന്. അപ്പോൾ സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ നമുക്ക് ഒരു സ്നേഹമില്ല എങ്കിൽ ഒരു ദൈവമക്കളായി ജീവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിനും മനുഷ്യനോടുമുള്ള ആഴമായ ഒരു സ്നേഹമാണ്. പിതാവായ ദൈവം മനുഷ്യനെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ക്രിസ്തുവിനെ ഈ ലോകത്ത് നമുക്ക് വേണ്ടി അയച്ചത്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി വന്ന ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുന്ന നാം നമ്മുടെ സമശിഷ്ടങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ വീട്ടിലുള്ളവരോട് നാം ആ സ്നേഹം കാണിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവവേദന, ഇന്ന് അധികം വീടുകളിലും വരുന്ന ഒരു പിണക്കങ്ങൾ, വഴക്കുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ വായിൽ നിന്ന് ചിലപ്പം സാധാരണമായിട്ട് പറയുന്നതിനെ അതിനെ മാറ്റി കുറ്റമായിട്ട് എടുത്ത് അവരിൽ കുറ്റം ആരോപിക്കുന്ന പറയുമ്പോൾ അവിടെ സ്നേഹം ഇല്ലാതെ പോകുന്നു. അതേപോലെ തന്നെ സഭയിലായാലും ജോലി പാർക്കുന്ന ഇടത്തിലായാലും ഒരു ചെറിയ തെറ്റുകൾ പോലും ക്ഷമിക്കുവാൻ കഴിവില്ലാതെ അവരോട് മത്സരിച്ച് നിൽക്കുന്നവർ, അവരോട് വെറുപ്പ് കാണിക്കുന്നവർ ഇരിക്കുമ്പോൾ അവിടെ ശണ്ടകളും പിണക്കങ്ങളും കൂടി വരുന്നു. പ്രിയ ദൈവ പൈതലെ, യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്: കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുമെന്ന്. അപ്പോൾ നമ്മളിൽ നിന്ന് ഒരു സ്നേഹം പുറപ്പെടുമ്പോൾ അത് ദീർഘമായി ക്ഷമിക്കുമെന്ന് പറയുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുമെന്ന് പറയുന്നു. അപ്പം അടുത്തവർ ചെയ്യുന്ന ചെറിയ തെറ്റുകളെ നമുക്ക് ക്ഷമിപ്പാൻ കഴിയും. അങ്ങനെ ക്ഷമിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആ മനവേദനകൾ, സങ്കടങ്ങൾ മാറിപ്പോകുന്നു. പ്രിയ ദൈവ പൈതലെ, ആയതുകൊണ്ട് നമുക്ക് ഒരു ക്രിസ്തുവിനെ പിൻപറ്റി വരുന്ന നാം ക്രൂശ് മരണത്തോളം സഹിച്ച യേശുവിനെ പോലെ സഹിക്കുകയും അതേപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണെന്നാണ് പൗലോസ് റോമ സഭയ്ക്ക് എഴുതുന്നത്. ആയതുപോലെ പ്രിയ ദൈവങ്ങൾ, ദൈവകൽപ്പനകളുടെ ഒരു നിവർത്തീകരണം നമ്മൾ കൂടെ നടക്കണമെങ്കിൽ നാം സ്നേഹിക്കുന്നവരായിട്ടും അടുത്തവർ നമ്മെപ്പോലെയുള്ള സമശിഷ്ടങ്ങളെ കർത്താവിൽ എന്ന പോലെ നാം അവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പോകുവാൻ സാധിക്കും. ദൈവവും നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കണമെങ്കിൽ നാം അടുത്തുള്ളവരെ ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അപ്പോൾ ഞങ്ങൾ ചെറിയ കാര്യങ്ങൾക്കും വയലൻ്റായി കർത്താവേ, അടുത്തവരോട് കർത്താവേ ഞങ്ങൾ വഴക്കിട്ട് പോരിന് നിൽക്കാതെ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാനുള്ള നല്ലൊരു കൃപാദാനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.